everyone, welcome to our YouTube channel. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി നഴ്സ് റെഗുലറായിട്ട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ തന്നെ തരാമെന്ന് കരുതിയത്. ഓസ്ട്രേലിയൻ RN ആവാൻ വേണ്ടി ഏജ് ഒരു പ്രശ്നമാവുന്നില്ല. ഏത് പ്രായക്കാർക്കും എക്സാംസ് എഴുതി പാസ്സാവാൻ കഴിയുമെങ്കിൽ അവർക്കും ഓസ്ട്രേലിയൻ RN ആവാൻ സാധിക്കും. രജിസ്ട്രേഷൻ എടുക്കാനോ വർക്ക് വിസയിൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഈ ഒരു ഏജ് തടസ്സമായിട്ട് വരുന്നില്ല. പക്ഷേ ഓസ്ട്രേലിയൻ PR-ന് ഏജ് ലിമിറ്റ് ഉണ്ട്. 45 ഓസ്ട്രേലിയൻ PR-ൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഡയറക്റ്റ് PR ആയ 189, 190, 186 ഈ പറഞ്ഞ സബ് ക്ലാസ്സിലുള്ള PR-നൊക്കെ വേണ്ടിയിട്ട് 45 ഏജ് ലിമിറ്റ് വരുന്നത്. 45 വയസ്സ് കഴിഞ്ഞവർക്കും വേറൊരു പാത്വേ വഴി PR കിട്ടുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് തന്നത്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റ് ഒരു ഫാക്ടർ അല്ല. പിന്നെ നിങ്ങൾക്ക് ഏജ് ആവാറായ അല്ലെങ്കിൽ ഈ ഒരു ഏജ് 45 എന്നുള്ളൊരു ഏജ് ആവാറായ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒട്ടും വൈകിക്കാതെ തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓസ്ട്രേലിയയാണ് നിങ്ങൾ ഫൈനലായി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൺട്രി എങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതും ഓരോ കാൻഡിഡേറ്റ്സ് ആണ്. പ്രാക്ടീസ് ചെയ്താലായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ എക്സാംസിനെ കുറിച്ച് പേടിയുള്ള ആളുകളാണെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ 45 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരിക്കലും PR കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടിയ കേസസ് ഉണ്ട്. വേറെ പാത്വേ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു വഴി PR കിട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു 42 വയസ്സായ കാൻഡിഡേറ്റൊക്കെയാണ്. അവർക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1 ഇയർ കൂട്ടിയാലും പിന്നെ PR-ന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 42 43 വയസ്സായ ആളുകളാണെങ്കിലും നിങ്ങൾ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ അവർക്ക് PR-ൻ്റെ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.